അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നിസ്കാരം നമ്മിൽ നിന്ന് കബൂലാക്കട്ടെ. മോമിനികളെ, ഇന്ന് ബദറും പരിപാടി കുട്ടികളെ അടങ്ങി കഴിഞ്ഞിട്ട് കളിച്ചട്ടാ. ബദറും പരിപാടിയൊക്കെ ആയിട്ട് എല്ലാരും നല്ല ക്ഷീണത്തിലേക്കാരം. കുഴങ്ങിട്ടില്ലേ? ഇല്ലേ? എന്നാ എനിക്ക് മാത്രമുള്ള കുഴക്കേക്കാരം എന്നാലല്ലേ. പരിശുദ്ധ ഖുർആനിൽ ഒറ്റ ആയത്ത് ഓതിയിട്ട് ഇന്ന് നമ്മൾ അവസാനിപ്പിക്കും. ഇത് വളരെ കനപ്പെട്ട ഒരു ആയത്താണ്. സൂറത്തുൽ മുജാദലയിലെ 22-ാമത്തെ ആയത്ത്. കുറച്ച് വലിയൊരായത്ത്. എന്താ അള്ളാഹു പറയണോക്കാ നിങ്ങള്? ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു. നബിയേ, അള്ളാഹുവിനെ കൊണ്ടും അന്ത്യനാൾ കൊണ്ടും വിശ്വസിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരൊരിക്കലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ഒരാൾ ശത്രുത വെച്ചാൽ അവരോട് ഐക്യപ്പെടാൻ ഒരിക്കലും ഈമാനുള്ളവർക്ക് കഴിയുകയില്ല എന്നാണ് എൻ്റെ അർത്ഥം. അങ്ങനെ അള്ളാഹുവിനെയും റസൂലിനെയും ശത്രുത വെച്ചവരെ സ്നേഹിക്കുന്നവരായിട്ട് ഈമാനുള്ളവരെ ഒരിക്കലും നബിയെ നിങ്ങൾക്ക് എത്തിക്കാൻ കഴിയൂല. വലൗ കാനൂ ആബാഅഹും, അള്ളാഹുവിനോട് റസൂലിനോട് ശത്രുത വെച്ചത് ഇവരുടെ സ്വന്തം ഉപ്പമാരായാലും ശരി, അവർ സ്നേഹിക്കുകയില്ല. ഔ അബ്നാഅഹും, അതല്ലെങ്കിൽ അവരുടെ മക്കളാകട്ടെ, ഔ ഇഖ്വാനഹും ഔ അശീറതഹും, അവരുടെ സഹോദരങ്ങളോ കുടുംബങ്ങളോ ആയാലും ഒരാൾ അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും ശത്രുത വെച്ചവനാണോ, ഈമാനുള്ളവർക്ക് അവരെ സ്നേഹിക്കാൻ കഴിയുകയില്ല. ഇതാണ് ആയത്തിന്റെ ആദ്യ ഭാഗം. എന്നിട്ട് അള്ളാഹു ഓലെ ഇങ്ങനത്തെ ആളുകളെ ചില പ്രത്യേകത പറഞ്ഞു. എന്താണത്? ഉലൈക കതബ ഫീ ഖുലൂബിഹിമുൽ ഈമാൻ, ഇത്തരം ആളുകളുണ്ടല്ലോ അള്ളാഹു അവരുടെ ഹൃദയങ്ങളിൽ ഈമാനിനെ ഉറപ്പിച്ച് എഴുതി വച്ചിരിക്കുകയാണ്. അവരുടെ ഹൃദയം ഈമാൻ ഉറച്ച ഹൃദയമാണ്. വഅയ്യദഹും ബിറൂഹിൻ മിൻഹു, അള്ളാഹുവിൽ നിന്നുള്ള ഒരു പ്രത്യേകമായ റൂഹ് കൊണ്ട് അള്ളാഹു അവരെ ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. മാത്രമല്ല വയദ്ഖിലുഹും ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ, താഴ്ഭാഗത്തിലൂടെ അരുവികൾ ഒഴുകുന്ന സ്വർഗത്തിൽ അള്ളാഹു അവരെ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അങ്ങനത്തെ ആളുകൾ കിട്ടും. എന്നിട്ട് അള്ളാഹു ഒരു വർത്താനം പറഞ്ഞു, റളിയല്ലാഹു അൻഹും വറളു അൻഹു. ഓലെ സ്വഭാവം തരങ്ങൾ ഓലെ അള്ളാഹുവിനെ തൊട്ട് അങ്ങോട്ടും പൊരുത്തപ്പെട്ടിക്കണ്, അള്ളാഹു ആകട്ടെ അവരങ്ങോട്ടും പൊരുത്തപ്പെട്ടു. ഈമാനുള്ള ആളുകളെ പറ്റി അള്ളാഹു തആല പറയുകയാണ്. അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കാത്തവരെ കുറിച്ച് അള്ളാഹ് പറയുകയാണ്. അള്ളാഹു അവരെ തൊട്ട് പൂർണ്ണമായി പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ റിള അള്ളാഹു അവർക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. അവർ അള്ളാഹുവിനെ കുറിച്ചും അവർ പൊരുത്തപ്പെട്ടവരാണ്. ഉലൈക ഹിസ്ബുല്ലാഹ്, അള്ളാഹ് പറയുന്നത് അവർ അള്ളാഹുവിന്റെ പാർട്ടിക്കാരാണ്. അള്ളാഹു പറഞ്ഞു അള്ളാന്റെ പാർട്ടിക്കാരാണ്. മാത്രമല്ല അള്ളാഹുവിന്റെ പാർട്ടിക്കാരാരാണോ അവരാണ് വിജയികളെന്ന് പരിശുദ്ധ ഖുർആൻ. സൂറത്തുൽ മുജാദലയിൽ എത്രാമത്തെ ആയത്ത്? 22. ഞാൻ ഈ ആയത്തിൽ എന്തിനാ നിങ്ങള്? ഈ ആയത്തിന് ബദറുമായിട്ടൊരു ബന്ധമുണ്ട്. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു തന്റെ തഫ്സീറിൽ പറയുന്നുണ്ട്, ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, സ്വഹാബാക്കളുടെ കൂട്ടത്തിലെ വലിയ പണ്ഡിതനായിരുന്ന ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നസലത് ഫീ അബീ ഉബൈദത്ത് ഇബ്നുൽ ജറാഹ്, പരിശുദ്ധ ഖുർആനിൽ ഈ ആയത്ത് ഇറങ്ങിയത് ബഹുമാനപ്പെട്ട അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ്. എപ്പോഴാണ് അബൂ ഉബൈദയെ കുറിച്ച് ഇറങ്ങാനുള്ള കാരണമെന്നോ, ലമ്മാ ഖതല വലദഹു ലമ്മാ ഖതല അബാഹു, ബഹുമാനപ്പെട്ടവർ തന്റെ ഉപ്പയെ കൊന്നുകളഞ്ഞപ്പോൾ ഫീ ഖത്ലി ബദർ, ബദർ യുദ്ധത്തിലെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആരെ കൊന്നു? സ്വന്തം ബാപ്പനെ കൊന്നു. പറഞ്ഞ ആയത്താണത്. എന്തേ കാരണമുണ്ടായത്? ആ തഫ്സീറിൽ കാണാം. ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ പറയുന്നുണ്ട്, ബദർ യുദ്ധം നടക്കുന്ന സമയത്ത് അബൂ ഉബൈദ എന്ന സ്വഹാബി മുത്തനബി തങ്ങളുടെ പട്ടാളത്തിലാണ്. ഉപ്പയായ ജറാഹാകട്ടെ അബൂജഹലിന്റെ പട്ടാളത്തിലുമാണ്. എന്നാൽ ഉപ്പയായ ജറാഹ് കാന യതസദ്ദാ ലി അബീ ഉബൈദ, തന്റെ മകനായ അബൂ ഉബൈദയെ ബദറിന്റെ പടക്കളത്തിൽ വെച്ച് വെല്ലുവിളിക്കുകയാണ്.
ഉപ്പയായ ജറാഹിനൊരു പൂതിയുണ്ട്. തന്റെ മകൻ മുഹമ്മദിന്റെ പട്ടാളത്തിലാണല്ലോ, ഈ പടക്കളത്തിൽ അവനോടൊന്ന് പോരാടണം, എന്നിട്ട് എന്റെ വാള് കൊണ്ട് തന്നെ അവന്റെ ജീവൻ എടുക്കണം എന്ന് ഉപ്പയായ ജറാഹ് തീരുമാനിക്കുകയാണ്. ആ ബദറിന്റെ പടക്കളത്തിൽ വെച്ച് ജറാഹ് പലതവണ വെല്ലുവിളിച്ചു, അബൂ ഉബൈദ, നീ ധൈര്യമുള്ളവനാണെങ്കിൽ, യുദ്ധത്തിന്റെ തന്ത്രങ്ങൾ പഠിച്ചവനാണെങ്കിൽ എന്റെ മുമ്പിലേക്ക് പോരാട്ടത്തിന് വരണേ. ആര്? ബാപ്പ ആരെ വെല്ലുവിളിച്ചു? മകനെ വെല്ലുവിളിച്ചു. പക്ഷെ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു വകാന യഹീദു അൻഹു, ഉപ്പയെ തൊട്ട് ഇങ്ങനെ ഒഴിഞ്ഞു മാറി പോയി. ബാപ്പല്ലേ, കാഫിറാണെന്നുള്ളത് ശരിയാണ്, എന്നാലും ബാപ്പല്ലേ എന്ന് കരുതിയിട്ട് ബാപ്പാന്റെ വെല്ലുവിളി ഇങ്ങനെ മകന്റെ നേർക്ക് വരുമ്പോ ഇങ്ങനെ ഒഴിഞ്ഞു ഇങ്ങനെ പോയി. ആര്? സയ്യിദുനാ അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു. എന്നിട്ടോ പിന്നെയും ബാപ്പ നിരന്തരം വെല്ലുവിളിച്ചു, മകൻ അതൊന്നും ചെവി കൊണ്ടില്ല. അവസാനം അബൂ ഉബൈദ എന്ന മകനെ പടക്കളത്തിൽ ഇറക്കാൻ ബാപ്പ ഒരു തന്ത്രം പ്രയോഗിക്കുകയാണ്. എന്താണ് തന്ത്രമെന്നോ? അള്ളാഹുവിന്റെ റസൂലായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബദറിന്റെ പടക്കളത്തിൽ വെച്ച് ജറാഹ് ചീത്ത പറയാൻ തുടങ്ങി. ജറാഹിനറിയാം തന്റെ പൊന്നുമകനായ അബൂ ഉബൈദ അവന്റെ ജീവനേക്കാളേറെ സ്നേഹിക്കുന്നത് മുഹമ്മദിനെയാണ്. മുഹമ്മദിനെ ഞാൻ ചീത്ത പറഞ്ഞാൽ പിന്നെ എന്റെ മകനെ പിടിച്ചു നിൽക്കാൻ കഴിയുകയില്ല. എത്ര പ്രയാസപ്പെട്ടാലും എന്റെ മുമ്പിൽ വരുന്ന ബാപ്പാക്കറിയാം. അതുകൊണ്ട് ബാപ്പ ബദറിന്റെ പടക്കളത്തിൽ വെച്ച് ആരങ്ങട്ട് ചീത്ത പറയാൻ തുടങ്ങി. ചീത്ത പറയാൻ തുടങ്ങി. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു തന്നെ പറയാ, ഫലമ്മാ സമിഅതു മഖാലതൻ യസുബ്ബു റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തനബി തങ്ങളെ വല്ലാതെ അധിക്ഷേപിക്കുന്ന ചില വർത്തമാനങ്ങൾ എന്റെ ബാപ്പയിൽ നിന്നുണ്ടായപ്പോ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നേരെ എന്റെ വാളുമായിട്ട് ബദറിന്റെ പടക്കളത്തിലേക്ക് ചെല്ലുകയാണ്. മാത്രമല്ല ഫളറബതുഹു, ബാപ്പയുമായി ശക്തമായ പോരാട്ടം നടത്തി. ആ പോരാട്ടത്തിനിടയിൽ ആഞ്ഞൊരു വിട്ടുകൊടുത്തപ്പോൾ ഞാൻ എന്റെ വാള് കൊണ്ട് തന്നെ ആ ബദറിൽ വെച്ച് എന്റെ ഉപ്പയായ ജറാഹിനെ കൊന്നുകളയുകയാണ്. ആര്? അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ബദറിൽ വെച്ച് ഉപ്പയായ ജറാഹിനെ കൊന്നു. വിവരം ആരെ മുമ്പിലെത്തി? ത്വാഹ റസൂലുള്ളാഹി. നബി തങ്ങൾ അരീശിലിരിക്കല്ലേ, ആ ടെന്റ് ഉണ്ടാക്കി അവിടെ ഇരിക്കുകയാണല്ലോ. ആരോ ഒന്ന് പറഞ്ഞു, നബിയെ, നമ്മൾ അബൂ ഉബൈദ ഉപ്പയായ ജറാഹിനെ കൊന്നിട്ടോ. അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു ആ അരീശിലേക്ക് വരികയാണ്. മുത്തനബി തങ്ങളുടെ അടുക്കൽ വന്നിട്ട് സലാം പറഞ്ഞു, അസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. പക്ഷേ സലാം അടക്കാൻ നബി തങ്ങൾക്ക് ഇങ്ങോട്ട് ധൈര്യപ്പെടുന്നു. എന്താ സംഭവം? സ്വന്തം ബാപ്പാനെ കൊന്നതല്ലേ, എന്താണ് ഇതിനൊരു തീരുമാനം പറയാ? എങ്ങനെ തീരുമാനം പറയാ? അപ്പൊ ഒരല്പസമയം എന്താണ് അബൂ ഉബൈദയോട് മറുപടി പറയേണ്ടത് എന്നറിയാതെ നബി തങ്ങൾ ഇങ്ങനെ ആശങ്കപ്പെട്ടു നിന്നു. സലാം അടക്കിയോ? ഇല്ല. അപ്പോഴേക്കും നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നുകൊണ്ട് സൂറത്തുൽ മുജാദലയിലെ ഞാൻ ഓതി തന്ന 22-ാമത്തെ ആയത്ത് ഓതുകയാണ്. ലാ തജിദു ഖൗമൻ യുഅ്മിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിരി യുവാദൂന മൻ ഹാദ്ദല്ലാഹ വറസൂല. നബി, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്ക് അല്ലാഹുവിന്റെയും അവരുടെ മുത്തുനബി തങ്ങളുടെയും ശത്രുക്കളുമായി സന്ധിപ്പെടാനും സ്നേഹത്തിലാകാനും അവർക്ക് കഴിയുകയില്ല. അതവരുടെ ബാപ്പമാരായാലും മക്കളായാലും സഹോദരങ്ങളായാലും അങ്ങനെ തന്നെയാണ്. അത് അല്ലാഹുവിന്റെ ഹൃദയത്തിൽ ഈമാൻ നിറച്ചത് കൊണ്ടാണ്. അല്ലാഹുവിന്റെ റിള കിട്ടിയവരാണവർ. അതുകൊണ്ട് സലാം അടക്കണം നബിയേ. ഈ ആയത്ത് ഇറങ്ങിയപ്പോഴാണ് ആര് സലാം അടക്കിയത്? റസൂലുള്ളാഹി. അതുകൊണ്ട് അബൂ ഉബൈദ റളിയല്ലാഹു അൻഹു കിട്ടിയ സ്ഥാനം എന്താ? സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10-ൽ മാറി. ചെല്ലിയോക്കാണ് عبيدة وابن عوف عاشر الكرم مولاي
എന്റെ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ഒരു മനുഷ്യന് ദുനിയാവിൽ വെച്ച് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനം ഇതാണ്. അള്ളാഹു അവനെ തൊട്ട് പൊരുത്തപ്പെടുക, അള്ളാഹുവിന്റെ റിള അവർക്ക് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ പേര് പറയുമ്പോൾ നമ്മൾ പറയുന്നത് റളിയല്ലാഹു അൻഹും. അള്ളാഹു അവരെ തൊട്ട് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്, അള്ളാഹിന്റെ പൂർണ്ണമായ റിള അവർക്ക് ലഭിച്ചിരിക്കുകയാണ്. അബൂ ഉബൈദ തങ്ങൾക്ക് അള്ളാഹിന്റെ റിളയുണ്ടെന്ന് പറഞ്ഞ് പരിശുദ്ധ ഖുർആനിൽ ആയത്തിറങ്ങുകയാണ്. ഇന്ന് ബദർ കഴിഞ്ഞ തൊട്ടടുത്ത രാവല്ലേ, പരിശുദ്ധ റമളാനിലെ 18ാമത്തെ രാത്രിയിൽ ഒരാള് തറാവീ നിസ്കരിക്കുമ്പോ ആ മനുഷ്യൻ അല്ലാഹു നൽകുന്ന സമ്മാനം എന്തെന്നറിയുമോ? നാദാ മലക്കുൻ, ആകാശലോകം ഒരു മലക്ക് വിളിച്ചു പറയുകയാണ്, യാ അബ്ദല്ലാഹ്, അല്ലാഹുവേറെ പ്രിയപ്പെട്ടവരെ, ഇന്നല്ലാഹ ഖദ റളിയ അൻക വഅൻ വാലിദൈക. ഇന്ന് തറാവീ നിസ്കരിച്ച നിങ്ങളുണ്ടല്ലോ, നിങ്ങളുടെ മാതാപിതാക്കൾക്കും അല്ലാഹു അവന്റെ റിള നൽകിയിരിക്കുകയാ. അല്ലാഹ് ഇന്നത്തെ തറാവീകാർക്ക് അള്ളാഹുവിന്റെ റിള കിട്ടിയിരിക്കണെന്ന് പറഞ്ഞൊരു മലക്ക് ഇങ്ങനെ വിളിച്ചു പറയുന്ന അള്ളാഹുവെ, സാധുക്കളായ ഞങ്ങൾക്ക് അതിന് തൗഫീക്ക് തരണേ അല്ലാഹ്. ഞങ്ങളെ ഈ നിസ്കാരം അതിന് കാരണമാക്കി തരണേ അല്ലാഹ്. അബ്ബേ, ഇന്ന് ബദറുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടത്തിയ എല്ലാ അമലുകളും നീ സ്വീകരിക്കണേ അല്ലാഹ്. ബദരീങ്ങളോടുകൂടെ സ്വർഗത്തിലെത്താനും അവർക്ക് കിട്ടിയ റിള ഞങ്ങൾക്കും കിട്ടാൻ അത് കാരണമാക്കണേ അല്ലാഹ്. ഈ മജ്ലിസിൽ വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത എല്ലാവരുടെയും ഖൈറായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാഹ്. അബ്ബേ, ഇന്നലെയും മിനിയാദുമൊക്കെയായി ഫലസ്തീനിലുള്ള 100 കണക്കിന് കുട്ടികളെയാണ് ഇസ്രായേലിന്റെ പട്ടാളങ്ങൾ, ജൂതന്മാർ നിഷ്കരുണം വധിച്ചു കളഞ്ഞത്. അല്ലാഹു ആ കുട്ടികൾക്കും അവിടെ മരണപ്പെട്ട എല്ലാ ആളുകൾക്കും ശുഹദാക്കളുടെ പ്രതിഫലം നൽകണേ അല്ലാഹ്. അബ്ബേ, ശുഹദാക്കളെ പ്രതിഫലം നൽകണേ അല്ലാഹ്. ബദരീങ്ങളോടുകൂടെ അവരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. അവരുടെ എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുക്കണേ അല്ലാഹ്. ഇസ്ലാമിന്റെ ശത്രുക്കളെ നീ പരാജയപ്പെടുത്തണേ അല്ലാഹ്. അബ്ബേ, ഞങ്ങൾ മരിച്ചുപോയ എല്ലാവരുടെയും ഖബറിടം നീ സ്വർഗമാക്കണേ അല്ലാഹ്. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.